നമസ്കാരം. RRBയുടെ RPF എക്സാമിനായി ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ RPFിൻ്റെ റീസണിങ്ങിൻ്റെ ടോപ്പിക്കൊക്കെ ഒരുവിധം എടുത്തു കഴിഞ്ഞായിരുന്നു. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ RPFിൻ്റെ SIയും കോൺസ്റ്റബിളും ഈ രണ്ടിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻ വീതം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കും. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരു ടോപ്പിക് വൈസ് ആയിട്ടല്ല, റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ആൽഫബറ്റ് അനലോഗി ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദ ലോജിക് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് പെയർ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ക്യൂവിന് പകരം എക്സ് വന്നെങ്കിൽ ക്യൂവിന് പകരം എക്സ് വന്നെങ്കിൽ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? നമ്മൾ ആൽഫബറ്റ് അനലോഗി ചെയ്തിട്ടുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്യൂവിൽ നിന്ന് എക്സിലേക്ക് എന്താണ് നമ്മൾ ആ ഒരു ആൽഫബറ്റ് ഇങ്ങനെ എഴുതി നോക്കിയിട്ട് പൊസിഷൻ വാല്യൂ നോക്കും. ക്യൂവിൻ്റെ 17 ആണ്, എക്സിൻ്റെ 24 ആണ്. അപ്പോൾ എന്താണ് സംഭവം? 7 കൂടിയുള്ള ആൽഫബറ്റാണ്. ക്യൂവിനെക്കാട്ടിലും 7 കൂടുതലുള്ള ആൽഫബറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഐയെക്കാട്ടിലും 7 കൂടുതലുള്ള ആൽഫബറ്റ്. ഐയുടെ വാല്യൂ 9 ആണ്. 9 + 7 16 എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ പി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ എ. പി എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ RPFിൻ്റെ കോൺസ്റ്റബിളിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 4 of the following 5 are somehow similar and therefore create a group which is not related to this group. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആളിനെ കണ്ടുപിടിക്കാനാണ്, അല്ലാതെ അടുത്ത ആളിനെ കണ്ടുപിടിക്കാനല്ല. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാതെ പോയി കഴിഞ്ഞാൽ അടുത്ത സീരീസ് ആണെന്ന് വിചാരിച്ച് അടുത്ത ആളിനെ കണ്ടുപിടിക്കാൻ പോകരുത്. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ള കൂട്ടത്തിൽ ചേരാത്ത ആളിനെ കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഇവിടെ ഓരോരോ ആൽഫബറ്റ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഓരോരോ ആൽഫബറ്റ് വെച്ചിട്ട് ഓഡ് വൺ ചോദിച്ചാൽ അവിടെ വരാൻ സാധ്യത എന്താണ്? അവരുടെ പൊസിഷൻ വാല്യൂവിൻ്റെ എന്തെങ്കിലും ഒരു വ്യത്യാസമായിരിക്കും. ഇപ്പോൾ പൊസിഷൻ വാല്യൂ നോക്കാം. ഇസഡിൻ്റെ ആണെങ്കിൽ 26 ആണ്, എക്സിൻ്റെ ആണെങ്കിൽ 24 ആണ്, എല്ലിൻ്റെ ആണെങ്കിൽ 12 ആണ്, ഐയുടെ ആണെങ്കിൽ 9 ആണ്, ക്യൂവിൻ്റെ ആണെങ്കിൽ 17 ആണ്. അപ്പോൾ ഈ വാല്യൂവിൽ എന്തെങ്കിലും ഓഡ് വൺ ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ ഓഡ് നമ്പർ ഈവൻ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. 9 ഓഡ് നമ്പറാണ്, 17 ഓഡ് നമ്പറാണ്. അപ്പോൾ അതിൽ നിന്ന് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ചുകൂടി നമ്മളെ വേറെ എന്തെങ്കിലും രീതിയിൽ നോക്കിയാൽ ഒരാളെ മാത്രമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നത് എന്തിലേ ഉള്ളൂ? പിന്നെ നമുക്ക് പ്രൈം നമ്പറിൻ്റെ കേസ് വെച്ചിട്ടേ പറയാൻ പറ്റും. ക്ലിയർ ആയ? പ്രൈം നമ്പർ. കാരണം 26, 24, 12, 9 ഇവരൊന്നും പ്രൈം നമ്പേഴ്സ് അല്ല. ആകെ ഒരേ ഒരാളെ പ്രൈം നമ്പറായിട്ട് വരുന്നുള്ളൂ. ആരാണ്? ക്യൂ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. കാര്യം മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ നോക്കുക. നമ്മൾ ആദ്യം ഓഡ് നമ്പർ ഈവൻ നമ്പർ നോക്കുക. അങ്ങനെ ഒരാളെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തൊരു ചാൻസ് ആണ് പ്രൈം നമ്പർ. ഇനി പ്രൈം നമ്പർ നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ മൾട്ടിപ്പിൾസ് ആവാം, അങ്ങനെ ഒരു സ്ക്വയർ നമ്പേഴ്സ് അങ്ങനെ ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ട് അവിടെ. ആകെ 26 അക്ഷരം ഉള്ളതുകൊണ്ട് സ്ക്വയർ നമ്പർ അങ്ങനെ വരാനുള്ള ചാൻസ് കുറവാണ്. ഓഡ് നമ്പർ ഈവൻ നമ്പർ ആണ് കൂടുതലും സാധ്യത ഉള്ളത്. ഇവിടെയും ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക. SIക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആളിനെ കണ്ടുപിടിക്കാനാണ്. ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇങ്ങനെ 3 അക്ഷരങ്ങൾ ചേർന്ന് വന്നാൽ നിങ്ങൾക്ക് അറിയാം, ചെയ്യേണ്ട രീതി അറിയാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ഓരോ ആൾക്കാരെ എടുത്താണ് നോക്കേണ്ടത്. ഇപ്പോൾ LNP അവർ അക്ഷരങ്ങൾ എങ്ങനെയാണ് കണക്ഷൻ നോക്കും. HJL അവർ തമ്മിൽ അക്ഷരങ്ങൾ തമ്മിൽ അങ്ങനെയാണ് ഇവിടെ നോക്കേണ്ടത്. ഇപ്പോൾ നോക്കിയേ, അപ്പോൾ LNP എടുത്താൽ ഈ Lഉം Nഉം Pയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ആയി കിടക്കുന്നതെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ Lൻ്റെ വാല്യൂ 12 ആണ്, Nൻ്റെ 14 ആണ്. അപ്പോൾ എന്താണ്? 2 കൂടിയിട്ടാണ് N ആയത്. Nൻ്റെ 14 ആണ്, Pയുടെ 16 ആണ്. അപ്പോൾ 2 കൂടിയിട്ടാണ് P ആയത്. അതേപോലെ എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരാൾ കൂട്ടത്തിൽ പെടാത്ത ആളായിരിക്കും. HJL എടുത്താലോ? H8, J10. അപ്പോൾ എന്താണ്? 2 കൂടി. J12 എടുത്താൽ അവിടെയും 2 കൂടിയാണ്. അടുത്ത ആളിനെ എടുത്താൽ MOQ, M 13, O 15. അപ്പോൾ എന്താണ്? 2 കൂടി. O to Q എടുത്താൽ 15, 17. അവിടെ 2 കൂടി. അടുത്ത SVY എടുത്താൽ S 19, V 22. അവിടെ എന്താണ്? 3 ആണ് കൂടുന്നത്. V to Y എടുത്താലോ? V 22, Y 25. അവിടെയും 3. അപ്പോൾ നമ്മൾ അടുത്ത ആളിനെ ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ ആൻസർ ഉറപ്പിക്കാം. ഓപ്ഷൻ സി SVY ആണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ 3 പേരും ഒരുപോലാണ്. നമ്മൾ ആദ്യം നോക്കിയ 3 പേരും ഒരേപോലാണ് വന്നേക്കുന്നത്. അപ്പം എന്തായാലും ഈ SVY അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഉറപ്പിക്കാം അത് തന്നെയാണ് ആൻസർ. കാരണം അടുത്ത് നമ്മൾ നോക്കിയാലും ഇത് തന്നെയല്ല ആൻസർ കിട്ടും. അത് നോക്കിയാലും ഇതേപോലെ ആയിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ദിശ അക്കാഡമി ദിശ ആപ്പ് വഴിയായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദിശ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു കോഴ്സിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മൾ കൂടുതൽ
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ RPF-ൻ്റെ എക്സാം ഒക്കെ ഇനി അടുത്തു. അപ്പോൾ എല്ലാവരും അത് ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് കോൺസ്റ്റബിളിന് ചോദിച്ച RPF കോൺസ്റ്റബിളിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നെക്സ്റ്റ് നമ്പർ, ഓക്കെ, നമ്പർ സീരീസ് ആണ്. അപ്പോൾ അടുത്ത നമ്പർ ഏത് വരും എന്ന് കണ്ടുപിടിക്കാനാണ്. 9, 45, 90, 450, 9000. ഇപ്പോൾ എന്താണ് കണക്ഷൻ? അപ്പോൾ ഇത് കാണുമ്പോഴേ അറിയാം നമ്പേഴ്സ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്ത് വരാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഇപ്പോൾ 945 എങ്ങനെ കണക്ട് ചെയ്യാം? ഇൻറ്റു 5 അല്ലേ, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 45 ആവും. എന്നാൽ 45 to 90 വരുമ്പോൾ ഇൻറ്റു 5 അല്ല, അവിടെ എന്താണ്? അവിടെ അതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ എന്തായിരിക്കും? ഇൻറ്റു 2 ആയിരിക്കും. ഓക്കെ, വീണ്ടും 90 to 450 ആകുമ്പോഴോ അവിടെയും മൾട്ടിപ്പിൾ ആണ്, അവിടെ എന്താണ്? ഇൻറ്റു 5 ആണ്. അടുത്ത 450 to 900 ആകുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, ഇൻറ്റു 5 ഇൻറ്റു 2 അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത എന്തായാലും ഇൻറ്റു 5 ആയിരിക്കും. 9 into 5 45, 20. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇത് മൾട്ടിപ്പിൾസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് ആൻസർ എടുക്കാം. 4500 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ നമ്പർ അനലോഗിയാണ്. രണ്ട് നമ്പേഴ്സ് പേരട, ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതേപോലെ അടുത്ത ആളിനെ കണ്ടുപിടിക്കാനാണ്. RPF SIക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇതൊരു വലിയ നമ്പർ, ഇതൊരു ചെറിയ നമ്പറുമാണ്. അവിടെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ സ്ക്വയർ ആകാം, ക്യൂബ് ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആകാം. അങ്ങനെ ഒത്തിരിയും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ നോക്കണ്ട, ഇങ്ങനെ ഒരു വലിയ നമ്പർ ചെറിയ നമ്പറും വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സ്ക്വയറും ക്യൂബും ഒക്കെ ആണെങ്കിൽ എടുക്കാം. പക്ഷേ ഇച്ചിരി വലിയ നമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ആദ്യം നോക്കേണ്ട ഒരു കാര്യം അവരുടെ ഡിജിറ്റിൻ്റെ സമ്മ് നോക്കുക. ഓക്കെ, ഡിജിറ്റിൻ്റെ സമ്മ് നോക്കുക. ഇവിടെ ഡിജിറ്റിൻ്റെ സമ്മ് എടുക്കുമ്പം 2 + 3 + 5 + 7 എത്ര വരും? 17 വരത്തില്ലേ? ഈ 17 34 എന്തെങ്കിലും ബന്ധമുണ്ടോ? 17ൻ്റെ ഇരട്ടിയല്ലേ 34? ക്ലിയർ ആയോ? 17ൻ്റെ ഇരട്ടിയാണ് 34 എന്ന് പറയുന്നത്. ഇതേപോലെ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ ആണെങ്കിൽ 5 + 5 + 7 + 5 ഇപ്പോൾ എത്ര വരും? 22 വരത്തില്ലേ? 22 വരും. 22 × 2 22ൻ്റെ ഇരട്ടി ഇപ്പോൾ എത്രയാണ്? 44 ആണ്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഡിജിറ്റുകളുടെ സം വെച്ചിട്ടാണ് കൂടുതൽ സാധ്യത. എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. സ്ക്വയർ ആകാം, ക്യൂബ് ആകാം, മൾട്ടിപ്പിൾ ആകാം, ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാൻസ് പറഞ്ഞത്. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഇവിടെ ഇപ്പോൾ 44 എന്നൊരു ആൻസർ കിട്ടിയത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെയാണ്. ഇനി ഒരുപക്ഷെ 44 ഓപ്ഷൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക? അവിടെ വേറെ എന്തെങ്കിലും സാധ്യതയായിരിക്കും. ക്ലിയർ ആയ ഒരു നമ്പർ സീരീസ് ആണ് RPF SIക്ക് വന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 61, 62, 66, 75, 91. നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ്. ഇവിടെ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ എന്താണ്? ഒരു നമ്പർ ആഡ് ചെയ്ത് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ആദ്യം 1 കൂടി, ദെൻ 4 കൂടി, 66, 75, 9 കൂടി, ദെൻ 16 കൂടി. ഈ കൂട്ടിയ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ 1, 4, 9, 16 ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. ഇവരെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഇത് 1ൻ്റെ സ്ക്വയർ ആണ്, ഇത് 2ൻ്റെ സ്ക്വയർ ആണ്, ഇത് 3യുടെ സ്ക്വയർ ആണ്, ഇത് 4ൻ്റെ സ്ക്വയർ ആണെങ്കിൽ അടുത്ത 6 വരണം. അടുപ്പിച്ചുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 5ൻ്റെ സ്ക്വയർ വരണം. 25 ആണ് അടുത്ത് ആഡ് ചെയ്യേണ്ടത്. 91 + 25 എത്ര വരും? 116 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ക്വയർ നമ്പർ ആഡ് ചെയ്തും എന്ത് വരാം? നമ്പർ സീരീസ് വരാം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. സ്ക്വയർ നമ്പേഴ്സ് ആഡ് ചെയ്തും വരാം, ഇത് ക്യൂബ് നമ്പേഴ്സ് ആയിട്ടും വരാം. ക്ലിയർ ആയോ? അപ്പോൾ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ ആ നമ്പേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. ഇവരെന്താണ് സ്ക്വയർ നമ്പേഴ്സ് ആണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇൻഇക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ രീതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, ദെൻ 2 or 3 കൺക്ലൂഷൻസ് തരും. അതിലേതാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാനാണ്. ഇപ്പം ഇൻഇക്വാളിറ്റിയുടെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താണ് നോക്കണം? ആദ്യം പറഞ്ഞേക്കുന്ന കൺക്ലൂഷൻ നോക്കുക. ജെയും ബിയും തമ്മിലാണ്. അപ്പോൾ നമ്മളെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ജെയെയും ബിയെയും കണക്ട് ചെയ്യണം. ഓക്കെ, ജെയിൽ നിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ജെ ടു ബി ആണ് വേണ്ടത്. നിങ്ങൾക്കിത് ബി ടു ജെ എടുത്തിട്ട് തിരിച്ചാക്കിയാലും മതി, അല്ലെങ്കിൽ ജെയിൽ നിന്ന് ബിയിലേക്കും പോകാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കിടക്കുന്ന ഒരു ഓർഡറിൽ തന്നെ പറയാം. ബി ടു ജെ ആണ് നോക്കുന്നതെങ്കിൽ, അതായത് ആദ്യം ബിയും രണ്ടാമത് ജെയും ആണ്, ആ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ
അതെ, ഓരോന്നിൻ്റെ റിസൾട്ടൻ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് വരുന്നത്? ഈക്വലിൻ്റെ കൂടെ എന്ത് ചേർന്നാലും അത് തന്നെയാണ്. അപ്പോൾ ഈ സിമ്പിൾ തന്നെയാണല്ലോ വരുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് വരുന്നത്. ദെൻ ഇവിടെ വരുന്ന റിസൾട്ടൻറ്റും ഇതും കൂടാണ്. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ലെസ് ദാൻ. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവർ തമ്മിൽ റിസൾട്ട് ഒന്നുമില്ല. ഓക്കെ, നോ റിസൾട്ടാണ് വരേണ്ടത്. ബിയും ജെയും തമ്മിൽ നോ റിസൾട്ടാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്? തെറ്റാണ്. അടുത്ത രണ്ടാമത്തെ ആൾക്കാരെ നോക്കുക, ജെയും എല്ലും തമ്മിലാണ്. അപ്പോൾ നമ്മൾ എല്ലും ജെയും നമുക്ക് ഈ ഓർഡറിൽ തന്നെ ആദ്യം കണക്ട് ചെയ്തിട്ട് തിരിച്ചാക്കിയാൽ പോരെ, അതാണ് എളുപ്പം. ഇപ്പോൾ എല്ല് ഓക്കെ ഈക്വലും ഇതോടെ ചേർന്നാൽ, ഞാൻ പറഞ്ഞല്ലോ ഈക്വലും ഏത് സിമ്പിളോടെ ചേർന്നാലും ആ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ലെസ് ദാൻ വരും. ദെൻ ലെസ് ദാൻ ഈക്വലോട് ചേർന്നാലും എന്താണ്? ലെസ് ദാൻ തന്നെയാണ്. അപ്പോൾ എൽ ലെസ് ദാൻ ജെ, ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. പക്ഷേ നമ്മുടെ കൺക്ലൂഷനെ ആദ്യം ചെയ്യും, രണ്ടാമത് എല്ലുമാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ നോക്കണമെന്നില്ല, കുറച്ചൊരു എളുപ്പത്തിൽ എങ്ങനെ നോക്കാം? ആർക്ക് നേരെയാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് നോക്കിയാലും മതി. ഓക്കെ, ആരുടെ നേരെയാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? ജെയുടെ നേരെയല്ലേ? ജെയുടെ നേരെയാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺക്ലൂഷനകത്തും ജെയുടെ നേരെയല്ല ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. അത് നിങ്ങളിങ്ങനെ മാറ്റി എഴുതിയാലും മതിയാണ്. ജെ ആദ്യം എല്ല് രണ്ടാമത് എഴുതുമ്പോഴും ഇത് തെറ്റാതെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ആരുടെ നേരെയാണ് ഓപ്പൺ? ജെയുടെ നേരെ. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് തന്നെയാണിത്. ഓക്കെ, ഇത് തന്നെയാണിത്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ കൺക്ലൂഷൻ? ശരിയാണ്. അപ്പോൾ എന്താണ് ആൻസർ? ഓൺലി 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വീണ്ടും ഒരു ഇൻഇക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എസ്ഐക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ ലൈനിലുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതാണ് ഇവിടെ കോമ ഇട്ടിട്ടുണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് ഇവിടം വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ തമ്മിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ നോക്കി എഫും ക്യൂവും തമ്മിൽ. അപ്പോൾ നമുക്ക് എഫും ക്യൂവും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കി എഫ് ഉള്ളത് ഇവിടാണ്. ഓക്കെ, ഈ റോയിൽ ഇതിൻ്റെ കൂടെ ആരില്ല? ക്യൂ ഇല്ല. ക്യൂ ഉള്ളതാണ് ഇവിടാണ്. അപ്പോൾ ഇവിടെയും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ എഫിൽ നിന്ന് ക്യൂവിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ഈ രണ്ടിടത്തും ആരെങ്കിലും ഒരാളെങ്കിലും കോമൺ വേണം. അങ്ങനെ കോമൺ കാണും. ആ ആളിനെ കണ്ടുപിടിച്ചിട്ട് ആ ആൾ വഴിയെ നമുക്ക് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി ആരാണ് ഈ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ആൾ? ഡി അല്ലേ? താണ്ട ഇവിടെ ഡി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്. വേറെ ആരെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ഡി വഴി എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അതായത് എഫിൽ നിന്ന് ക്യൂവിലേക്ക് ഡി വഴി പോവുക. ഓക്കെ, എഫിൽ നിന്ന് ക്യൂവിലേക്ക് ഡി വഴി പോകുമ്പോൾ ആദ്യം താണ്ട എഫ് ഗ്രേറ്റർ ദാൻ ആണ്. ഈ ഗ്രേറ്റർ ദാനോട് ചേർന്നാലും ഗ്രേറ്റർ ദാൻ വരും. ഓക്കെ, ദെൻ ഡി ആയേ. ദെൻ ഡി ടു ക്യൂവിലേക്ക് പോകുമ്പം തെറ്റിപ്പോകരുത്. ഡി ടു ക്യൂവിലേക്ക് പോകുമ്പം ഇതിൻ്റെ റിവേഴ്സാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി പോയിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ആരുടെ നേരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? ഡിയുടെ നേരെയല്ല. അപ്പോൾ ഡിയുടെ നേരെ ഓപ്പൺ, ദെൻ ടി. ഓക്കെ, ടിയുടെ നേരെയാണ് അടുത്തത് ഓപ്പൺ. ടിയുടെ നേരെ ഓപ്പൺ, ദെൻ യു ഈക്വൽ ക്യൂ. ഇങ്ങനല്ലേ വരണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ മാറിപ്പോയല്ലോ. നമ്മൾ ഇങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഈ സിമ്പലിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. ഇവിടെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട ആരുടെ നേരെയാണ് ഓപ്പൺ, ആ ആളുടെ നേരെ തന്നെ ആയിരിക്കണം എപ്പോഴും അത് ഓപ്പൺ ആയിട്ടിരിക്കേണ്ടത്. ഇവിടെ ഡിയുടെ നേരെയാണ് ഓപ്പൺ. നമ്മൾ ഇവിടെ എഴുതുമ്പോഴും ഡി ടി എഴുതുമ്പോഴും ഡിയുടെ നേരെ ഓപ്പൺ ആയിട്ടിരിക്കണം. ക്ലിയർ ആ? ഡി ആണ് വലുത്. ദെൻ ടി ഇതും തിരിക്കുമ്പോൾ ഇങ്ങനെ വരും. ഈക്വൽ എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. ലെഫ്റ്റ് ടു റൈറ്റ് പോയാലും റൈറ്റ് ടു ലെഫ്റ്റ് പോയാലും ഈക്വലിൻ്റെ ആ ഒരു സൈന് മാറ്റം വരത്തില്ല. ഇനി എന്ത് ചെയ്താൽ മതി? ഇവരുടെ എല്ലാവരുടെ കൂടെ റിസൾട്ടൻ്റ് എടുത്താൽ പോരെ. വേണ്ടേ? ഗ്രേറ്റർ ദാൻ ചേരുമ്പോൾ ഗ്രേറ്റർ ദാൻ, ഇതും ഗ്രേറ്റർ ദാൻ ഈക്വൽ ചേർന്നാലും ഗ്രേറ്റർ ദാൻ. അതായത് ആ ഫൈനൽ കൺക്ലൂഷൻ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ എന്താണ്? ശരിയാണ്. ക്ലിയർ ആ? ഈ രീതിയിലാണ് നോക്കേണ്ടത്. അടുത്തത് സി യു എച്ചും തമ്മിലാണ് നോക്കേണ്ടത്. അപ്പോൾ സി യു എച്ചും തമ്മിൽ നോക്കിയാൽ സി ഇവിടെ ആണുള്ളത്, എച്ച് ഇവിടെ ആണുള്ളത്. അപ്പോൾ ഈ ഒന്നാമത്തതിലും രണ്ടാമത്തതിലും കോമൺ ആയിട്ടുള്ള ആൾ ആരാണെന്ന് നോക്കുക. ഓക്കെ, ആരാണുള്ളത്? ടി അല്ലേ? അപ്പോൾ ടി വഴി എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ടി വഴി അതാണ്ട് ഇവിടെ ഒരു ടി ഉണ്ട്, സി ടു ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ടി ടു എച്ച് കണക്ട് ചെയ്യുക. ടി ടു എച്ച് കണക്ട് ചെയ്യുക. ഇപ്പോൾ നോക്കിയേ, സി ഗ്രേറ്റർ ദാൻ ക്യൂ ഈക്വൽ ടു യു. ഇവിടെ വെച്ചാണ് നമുക്കൊരു കാര്യം പറയാം. ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് സൈനാണ്. നിങ്ങൾ വാക്ക് എഴുതിയാലും അവിടെ പ്രയോജനമൊന്നുമില്ല. കാരണം എന്താണ്? ഈ രണ്ട് ഓപ്പോസിറ്റ് സൈനുകൾ ചേരുമ്പോൾ എന്താണ്? നോ റിസൾട്ടാണ്. മനസ്സിലായ? നോ റിസൾട്ടാണ്. അതുകൊണ്ട് സി വെച്ചും തമ്മിൽ നോ റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അത് തെറ്റാണ്. ഓക്കെ, എന്തായാലും സി ഗ്രേറ്റർ ദാൻ എച്ച് തെറ്റാണ്. ഇനി ഒരാളോട് നോക്കാനുണ്ട്. ക്യൂവും ബിയും തമ്മിലാണ്. അപ്പോൾ ക്യൂവും ബിയും തമ്മിൽ നോക്കിയേ, ക്യൂ ഇവിടെയാണ്, ബി ഇവിടെയാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ആൾ നോക്കിയേ, ടി അല്ലേ? അപ്പോൾ വീണ്ടും ടി വഴി കണക്ട് ചെയ്യുക. ക്യൂ ടു ടി ആദ്യം കണക്ട് ചെയ്യുക. ക്യൂ ഈക്വൽ യു ലെസ് ദാൻ ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ടിയിൽ നിന്ന് ബിയിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ തിരിച്ചുള്ള ഓർഡറിലാണ് പോകുന്നത്, മാറിപ്പോലെ. അപ്പോൾ ആരുടെ നേരെയാണ് ഓപ്പൺ? എസിൻ്റെ നേരെയാണ് ഓപ്പൺ. എസിൻ്റെ നേരെ വേണം ഓപ്പൺ ആയിട്ടിരിക്കുക. ഈക്വൽ ബി. ഇനി നോക്കിയേ, ക്യൂവും ബിയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? ക്യൂവും ബിയും തമ്മിൽ എന്താണ് റിസൾട്ടൻ്റ് വരുന്നത്? അതാണ്ട് ഈക്വൽ ഇതോടെ ചേർന്നാൽ ലെസ് ദാൻ ഒരു ഈക്വലോട് ചേർന്നാലും ലെസ് ദാൻ, വീണ്ടും ഒരു ഈക്വൽ ചേർന്നാലും ലെസ് ദാൻ. ഇതാണ് ഫൈനൽ. ക്യൂ ലെസ് ദാൻ ബി. അപ്പോൾ ഇത് ശരിയാണ്. എന്താണ് ആൻസർ? ഓൺലി
2 and 3 ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ വരും. ഇപ്പോൾ ഇന്നിക്വാളിറ്റിയുടെ ക്ലാസ് കണ്ടവർക്ക് ഇത് ചെയ്യുന്ന പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്ത് ഇന്നിക്വാളിറ്റിയുടെ ക്ലാസ് ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇത് ഇന്നിക്വാളിറ്റി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇന്നിക്വാളിറ്റി കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കൺക്ലൂഷൻ നോക്കേണ്ടത്. അത് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് വായിക്കുക. അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഈസ് ഗിവൺ ടു ഓൾ അൺഎംപ്ലോയ്ഡ് പീപ്പിൾ ഓവർ 18 years of age. രാജ് ഈസ് 18 years old. കൃത്യമായിട്ട് മനസ്സിലാക്കുക. തൊഴിലില്ലാത്തവർക്ക് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 18 വയസ്സിന് മുകളിലുള്ള അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് കൊടുക്കുന്നുണ്ട്. രാജിന് 18 വയസ്സായി. ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കൺക്ലൂഷൻ നോക്കിയാൽ രാജ് ഈസ് അൺഎംപ്ലോയ്ഡ്. രാജിന് 18 വയസ്സായെന്നല്ല പറഞ്ഞുള്ളൂ. രാജ് ഈ അലവൻസ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാജ് അൺഎംപ്ലോയ്ഡ് ആണോ എംപ്ലോയ്ഡ് ആണോ നമുക്കറിയാവോ? ഇല്ല. എംപ്ലോയ്ഡ് ആണോ എന്നും അറിയില്ല, അൺഎംപ്ലോയ്ഡ് ആണോ എന്നും അറിയില്ല. നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. രാജിൻ്റെ ഇതുമായിട്ട് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫാക്ട് ഒന്നും പറഞ്ഞിട്ടില്ല. 18 വയസ്സായെന്നേ ഉള്ളൂ. 18 വയസ്സായ എല്ലാവർക്കും അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ജോലിയില്ല അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതെന്താണ് ഫോളോ ചെയ്യത്തില്ല. നെക്സ്റ്റ്, രാജ് റിസീവ്സ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്. അതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം രാജ് അൺഎംപ്ലോയ്ഡ് ആയാലല്ല അലവൻസ് വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. കാരണം അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് കൊടുക്കുന്നുള്ളൂ? അലവൻസ് കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? നെയ്തർ 1 nor 2. അത് നൺ ഓഫ് ദ കൺക്ലൂഷൻ ഫോളോ. അതാണ് ഇവിടെ ഓപ്ഷനായിട്ട് കിടക്കുന്നത്. നൺ ഓഫ് ദ കൺക്ലൂഷൻസ് ഈസ് ലോജിക്കൽ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ക്ലിയർ ആയത്? കോൺസ്റ്റബിളിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നമുക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ അറിയണം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ബ്ലഡ് റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതും ബ്ലഡ് റിലേഷൻ ക്ലാസ് കേട്ടുള്ളവർക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നോക്കാം. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് വരച്ച് നോക്കുകയാണ്. പി ഈസ് എ സിസ്റ്റർ ഓഫ് എസ്. പി എന്ന് പറഞ്ഞാൽ എസിൻ്റെ സിസ്റ്ററാണ്. ഹൂ ഈസ് ടീസ് ഫാദർ? ആരാണ്? അപ്പോൾ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എസിനെയാണ്. എസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദറാണ്. ഓക്കെ, പി ഈസ് എ സിസ്റ്റർ. സോറി, ഇവിടെ ഫീമെയിൽ ആണ്. ഞാൻ ആദ്യം കൊടുത്ത് തെറ്റിപ്പോയി. പി ഈസ് എ സിസ്റ്റർ എന്നല്ലേ പറഞ്ഞത്? പി സിസ്റ്ററാണ്. ഓക്കെ, ഹൂ ഈസ് ടീസ് ഫാദർ എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? എസിനെ പറ്റിയാണ്. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ടിയുടെ ഫാദറാണ്. അപ്പോൾ എസിൻ്റെ ജെൻഡർ കിട്ടി. എസ് മെയിലാണ്. എം ഈസ് ദ മദർ ഓഫ് എൻ. ഹൂ ഈസ് ടീസ് ബ്രദർ? ടിയുടെ ബ്രദറാണ് എൻ. ഓക്കെ, അതാദ്യം കൊടുക്കാം. ടിയുടെ ബ്രദറാണ് എൻ. ടിയുടെ ബ്രദറാണ് എൻ. ആ എന്നിൻ്റെ അമ്മയാണ് എം. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി? ഈ എസിൻ്റെ വൈഫായിട്ട് എം വരത്തില്ലേ? അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവരുടെ മക്കളായിട്ടാണ് ടിയും എന്നും വരുന്നത്. ക്ലിയർ ആയോ? നിങ്ങളുടെ സെൻറ്റൻസ് വായിച്ച് നോക്കിക്കോ. എം ഈസ് ദി മദർ ഓഫ് എൻ. കണ്ടോ? ഹൂ ഈസ് ടീസ് ബ്രദർ? അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. ഫൈനൽ, ഹൗ ഈസ് എം റിലേറ്റഡ് ടു പി? ഓക്കെ, ഹൗ ഈസ് എം റിലേറ്റഡ് ടു പി എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഒറിജിനലി കണ്ടുപിടിക്കേണ്ടത്? പിയുടെ ആരാണ്? പിയുടെ ബ്രദറിൻ്റെ ഭാര്യ എന്താണ് വിളിക്കുന്നത്? സിസ്റ്റർ ഇൻ ലോ എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡൈസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൈസ് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ കളറാണ് ഡൈസ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റെഡ്, ഗ്രീന്, ഗ്രേ, ബ്ലൂ, ബ്രൗൺ, ഓറഞ്ച്, ആ 6 ഫേസസ് ആണല്ലോ ഡൈസിനുള്ള. 6 കളറും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓറഞ്ചിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓറഞ്ചിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതും ക്ലാസ് കേട്ടുള്ളവർക്ക് എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ നോക്കുക, ഒരാളാണോ കോമൺ, 2 പേരാണോ കോമൺ നോക്കുക. ഒരാളല്ല ഉള്ളൂ കോമൺ. ആരാണ്? ബ്ലൂ മാത്രമേ ഉള്ളൂ രണ്ടിടത്തും ഉള്ളത്. കോമൺ ആയിട്ടുള്ളത് ആരേ ഉള്ളൂ? ബ്ലൂവേ ഉള്ളൂ. അപ്പോൾ രണ്ടിടത്തും ബ്ലൂ എന്നുള്ളത് എഴുതി. ദെൻ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസിൽ പോകുമ്പോൾ ഗ്രേ, ബ്രൗൺ. ഓക്കെ, ഗ്രേ, ബ്രൗൺ. ഇവിടെ പോകുമ്പോഴോ ഗ്രീന്, റെഡ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്ന ഓറഞ്ച് അല്ലേ? അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഗ്രേക്ക് ഓപ്പോസിറ്റ് ഗ്രീൻ ആണ്, ബ്രൗണിന് ഓപ്പോസിറ്റ് റെഡ് ആണ്. ഇതിനകത്ത് വരാത്ത ആളായിരിക്കും ആർക്ക് ഓപ്പോസിറ്റ്? ബ്ലൂവിന് ഓപ്പോസിറ്റ് വരാത്ത ആൾ ഓറഞ്ച് അല്ലേ? അപ്പോൾ ഓറഞ്ചിന് ഓപ്പോസിറ്റ് ആരാണ്? ബ്ലൂ ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആയപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. ഇവിടെ എല്ലാവർക്കും ഓരോ ഓപ്പോസിറ്റ് വരുന്ന എല്ലാ പേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ കണ്ടുപിടിക്കും. ഓക്കെ, അടുത്തൊരു നമ്പർ സീരീസ് ആണ്. RPF SIക്ക് വന്നതാണ്. 50, 52, 55, 60, 67. ഇപ്പോൾ നോക്കാം. ആദ്യം 2 കൂടി, 3 കൂടി, 5 കൂടി, 7 കൂടി. ഓക്കെ, അടുത്ത അങ്ങനെയാണെങ്കിൽ എത്ര ആണ് കൂടേണ്ടത്? ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. ഓഡ് നമ്പർ എന്നുള്ളൊരു രീതിയിൽ നമുക്ക് അടുത്തത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരുന്ന എത്രയാണ്? 9 ആണ്. പക്ഷേ 67, 9, 76 ഓപ്ഷനേ ഉണ്ടോ? ഇല്ല. 76 ഒരുപക്ഷെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും 76 തെറ്റായിട്ടുള്ള ആൻസർ ആണ്. കാരണം എന്താണ്? ഓഡ് നമ്പർ ആണെങ്കിൽ 2 വരുമോ? ഇല്ല, ആദ്യം 2 വരില്ല.
2 വന്നതുകൊണ്ട് നമുക്ക് ഓഡ് നമ്പർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോകരുത്. ആദ്യം 2 വന്നിട്ടുണ്ടെങ്കിൽ അത് ഓഡ് നമ്പർ എന്നുള്ള രീതിയിലല്ല, പ്രൈം നമ്പർ എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പം അടുത്തത് 9 അല്ല 11 ആണ്. അടുത്ത പ്രൈം നമ്പർ 11 ആണ്. 67 പ്ലസ് 11 എന്ന് പറയുന്നത് 78 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. മനസ്സിലായി? അപ്പോൾ 2 വന്നിട്ടുണ്ടെങ്കിൽ അത് ഓഡ് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് അല്ല, പ്രൈം നമ്പർ ആണ്. 2 3 5 7 ആണെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് 9 അല്ല 11 ആണ്, പ്രൈം നമ്പർ ആയതുകൊണ്ട് 11 ആണ് എടുക്കേണ്ടത്. ഇത് RPF SIയുടെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒരു സിലോജിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം. ഓൾ ക്രോസ് ആർ ഹെൻസ്. ഓക്കെ, ഓൾ ക്രോസ് ആർ ഹെൻസ്. ഇപ്പോൾ ഹെന്നിനകത്താണ് ക്രോ വരുന്നത്. ഓൾ പൗൾട്രി ഈസ് പീജിയൻ. ഓക്കെ, ഓൾ പൗൾട്രി ഈസ് പീജിയൻ. All poultry is pigeon. Okay. There are some chickens. Okay, chickens വേറെ ഉണ്ട്. അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നില്ല, അപ്പോൾ അത് നോക്കണ്ട. ചിക്കൻസ് വേറെ ആയിട്ട് കിടക്കട്ടെ. ആദ്യം നോക്കാം. ഓൾ ക്രോസ് ആർ പീജിയൻ. ഇവിടെ ക്രോയും പീജിയനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫാക്റ്റ് ഒന്നുമില്ല, അപ്പോൾ നമുക്കത് പറയാൻ പറ്റത്തില്ല. സം ക്രോസ് ആർ ബേഡ്സ്. ഓക്കെ, സം ക്രോസ് ആർ ബേഡ്സ് എന്ന് പറയുമ്പം ഇവിടെ ബേഡ്സിനെയും വന്നിട്ടില്ല. അപ്പോൾ സോറി, ഇവിടെ ക്വസ്റ്റിന് എന്തോ മിസ്റ്റേക്ക് വന്നതാണ്. ഇവിടെ ബേഡ്സും വന്നിട്ടില്ല, ദർ ആർ സം ചിക്കൻസും വന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റിന് മിസ്റ്റേക്കാണ്, സോറി, ക്വസ്റ്റിന് വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ ഗിവൺ പിക്ചർ. ഈ പിക്ചറിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. RPF SIക്ക് വന്നതാണ്. അപ്പോൾ സ്ക്വയർ കൗണ്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്വയർ കൗണ്ട് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിനകത്തുള്ളത് ഈ ഒരു ലൈനുകളോ അകത്തുള്ള സ്ക്വയറുകളോ ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. ജസ്റ്റ് ഒരു ബോക്സ് ടൈപ്പായിട്ട് എടുക്കുക. ഇത് കൗണ്ട് ചെയ്യാനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുക, റോയും കോളം നമ്പർ ചെയ്യുക. റോയും കോളം നമ്പർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 × 3, 2 × 2, 1 × 1 ഇങ്ങനെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 4 1, അപ്പോൾ എത്ര ആവും, 14 ആവും. ഇതെല്ലാം ആഡ് ചെയ്യുന്നതാണ് സ്ക്വയറിൻ്റെ എണ്ണം. 14 സ്ക്വയർ ഉണ്ട്. ഇനി എക്സ്ട്രാ വരുന്നവരെ എണ്ണുക. ഓക്കെ, ഇനി എക്സ്ട്രാ വരുന്നവരെ എണ്ണുമ്പം ഈ 14 കൂടാതെ ഇവിടെ ഒരാളുണ്ട് 15, ഇവിടെ ഒരാളുണ്ട് 16. വേറെ എവിടെയെങ്കിലും സ്ക്വയർ വരുന്നുണ്ടോ? ഈ ഒരു ക്രോസിങ് കാരണം എങ്ങും സ്ക്വയർ വരുന്നില്ല. അപ്പോൾ 16 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇപ്പോൾ സ്ക്വയർ റെക്റ്റാങ്കിളൊക്കെ കൗണ്ട് ചെയ്യാനുള്ള ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അവിടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. 14 ഇനി എക്സ്ട്രാ വരുന്ന 2 പേര് 16 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, വീണ്ടും ഒരു നമ്പർ സീരീസ് ആണ്. അപ്പം കറക്റ്റായിട്ട് നോക്കുക. RPF കോൺസ്റ്റബിളിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 14 31 59 121 220. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാം. 14 × 31 എടുത്താൽ ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ കൂടിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ മൾട്ടിപ്പിൾ വെച്ചിട്ടാണ്. 14ൻ്റെ മൾട്ടിപ്പിൾ 28 പക്ഷേ വന്നത് 31. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ 14ൻ്റെ ഇരട്ടിയാണ് 28, അതിൻ്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടി. പക്ഷേ അടുത്ത് എടുക്കുമ്പോൾ 31 × 2 62 അല്ലേ വരണ്ടേ? പക്ഷേ വന്നത് എത്രയാണ്, 59 ആണ്. അപ്പോൾ അവിടെ എന്താണ് വ്യത്യാസം? അവിടെ ഡബിൾ എടുത്തു, പക്ഷേ എന്ത് ചെയ്തു, 3 കുറച്ചു. ഓക്കെ, ക്ലിയർ ആയ 3 കുറച്ചു. വീണ്ടും 59 × 21 എടുക്കുമ്പോൾ വീണ്ടും 59ൻ്റെ ഡബിൾ 118 ആണ്. 118ൻ്റെ കൂടെ 3 കൂട്ടിയതല്ലേ, അപ്പോൾ × 2 + 3. വീണ്ടും 121ൻ്റെ ഡബിൾ 242, അവിടെയും 3 കുറഞ്ഞല്ലേ, അപ്പോൾ × 2 - 3. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. × 2 + 3 × 2 - 3. അതായത് ഡബിൾ എടുക്കുക, ഒരിടത്ത് +3 ആണെങ്കിൽ അടുത്തത് -3, ദെൻ +3 -3. ആ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് വരേണ്ടത് എന്നാണ് 239 × 2 + 3 ആണ് വരേണ്ടത്. ഓക്കെ, +3 ആണ് വരേണ്ടത്. 239 × 2 എന്ന് പറയുന്നത് എത്ര വരും, 478 വരും. +3 എത്രയാണ്, 481 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. 481 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. 481 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്പർ സീരീസ് മൾട്ടിപ്പിൾ കറക്റ്റ് എക്സാക്റ്റ് മൾട്ടിപ്പിൾ വരണമെന്നില്ല, അതിൻ്റെ കൂടെ ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ ഒക്കെ വരാം. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ബ്ലഡ് റിലേഷനാണ്, കോഡിങ് വെച്ചിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക. ഇവിടെ ആദ്യം ഓരോ സിമ്പിൾസ് വരുമ്പോഴുള്ള എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതിനെയാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ നോക്കി W@X. അപ്പോൾ അറ്റ് വരുമ്പോൾ A is the husband of B എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, W is the husband of X. W ആണ് ഹസ്ബൻഡ്, ആരുടെ, എക്സിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ W ഹസ്ബൻഡ് ആണെങ്കിൽ X വൈഫ് ആയിരിക്കുമല്ലോ.
എക്സ് ഡോളർ വൈ. ഇപ്പോൾ ഡോളർ വന്നാൽ എന്താണ്? എ ഈസ് ദ മദർ ഓഫ് പി. ഇപ്പം എങ്ങനെയാണ് ഇത് മാറ്റേണ്ടത്? എക്സ് ഈസ് ദി മദർ ഓഫ് വൈ. എക്സ് മദർ എന്നുള്ള ഫീമെയിൽ എന്നുള്ള കിട്ടിയിട്ടുണ്ട്. ദെൻ പെർസെൻറ്റേജ് വന്നാൽ ഫാദർ എന്നാണ് അതിൻ്റെ അർത്ഥം. വൈ ഈസ് ദി ഫാദർ ഓഫ് ഇസഡ്. വൈ ഫാദർ ആണെങ്കിൽ വൈ മെയിലാണ്. ചോദിച്ചിരിക്കുന്നത് ഹൗ ഈസ് ഡബ്ല്യു റിലേറ്റഡ് ടു ഇസഡ്സ് മദർ. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. ഇസഡിൻ്റെ അമ്മയെ ഇവിടെ കാണിച്ചിട്ടില്ല, നമുക്ക് പേരൊന്നും വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരാളിനെ കൊടുക്കുക. ഇവിടെ ഒരാളുണ്ട്, മദറായിട്ട് ഒരാളുണ്ട്. അപ്പോൾ ആരായിരിക്കും അത്? വൈയുടെ വൈഫ് ആയിരിക്കുമല്ലോ, എന്നാലല്ല ഇസഡിൻ്റെ മദർ ആവും. ഓക്കെ, ഈ ഇസഡിൻ്റെ മദർ ഡബ്ല്യു റിലേറ്റഡ് ടു ഇസഡിൻ്റെ മദർ എന്നാണ്. അപ്പോൾ എന്താണ്? ഇസഡിൻ്റെ മദറിൻ്റെ ആരാണ് ഡബ്ല്യു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്ന് ചോദിച്ചാൽ ബിയുടെ ആരാണ്? ഹൗ ഈസ് ഡബ്ല്യു റിലേറ്റഡ് ടു ഇസഡ്സ് മദർ. ഇസഡ്സ് മദർ ഇതാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഇതാണ് ഇസഡ്സ് മദർ. ഞാൻ അവിടെ എഴുതാം. ഇസഡ്സ് മദറിൻ്റെ ആരാണ് ഡബ്ല്യു? ഓക്കെ, ഹസ്ബൻഡിൻ്റെ അച്ഛൻ എന്താണ് വിളിക്കുന്നത്? ഫാദർ ഇൻ ലോ എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്ലഡ് റിലേഷൻ നമുക്ക് ഇങ്ങനെ ഓരോ സിമ്പിൾസ് വെച്ച് കോഡ് ചെയ്തുള്ള രീതിയിലും വരാം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം പറഞ്ഞത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്ത് ദിശ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ, RPF കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.